പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂ പാടം അഴകിൻ പാൽക്കടലായി പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂ പാടം അഴകിൻ പാൽക്കടലായി. എല്ലാവർക്കും നിത്യാസ് മാജിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓണം സീരീസിലെ 4ാമത്തെ ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്, സേമിയ പായസം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ സംഭവമാണ് സേമിയ പായസം. പക്ഷേ ഇന്ന് നമ്മൾ അതൊരു കുറച്ച് 1-2 ഐറ്റമൊക്കെ കൂട്ടി ഒന്ന് വെറൈറ്റി ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോ ടേബിൾ സ്പൂണോ, അപ്പോൾ നെയ്യൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് കൂടുതൽ വേണ്ടെന്നുള്ളവർക്ക് കുറച്ച് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സേമിയ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ റോസ്റ്റഡ് സേമിയ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ അതാണ് എടുക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നെയ്യിലിട്ടിട്ട് ഒന്നൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 150 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതാ കണ്ടോ, നമ്മളുടെ സേമിയയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം എത്തണം, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് നമ്മൾ റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് തീയിലിട്ട് റോസ്റ്റ് ചെയ്ത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒരു റെഡിഷ് കളർ ആകുന്നത് വരെയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിൽ 1 ലിറ്റർ പാലാണ് ടോട്ടൽ എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 1/2 ലിറ്റർ പാലും അതിൻ്റെ ഇരട്ടി വെള്ളവും, അതായത് 500 ml പാലിൻ്റെ കൂടെ 500 ml വെള്ളവും കൂടി ചേർത്തതാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 1 ലിറ്റർ പാലാണ് ഈ 150 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഇനി ഈ സേമിയ ഈ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഈ പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് നല്ല വറ്റി വരുന്നൊരു പരുവാവണം. അപ്പോൾ ഇത് സേമിയ നന്നായിട്ട് കുക്കാവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. സേമിയ അവിടെ കുക്കാവുന്ന ടൈമിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു പാനിൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര ഒന്ന് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഇപ്പോൾ പഞ്ചസാര കണ്ടോ ചെറുതായിട്ട് ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കാരമലൈസ് ആയിക്കോളും. അപ്പോൾ തീ ശ്രദ്ധിക്കണം, ഒരുപാട് തീ ആകരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ സേമിയ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ സേമിയ ഇപ്പോൾ ഒരു 75% കുക്കായി വന്നിട്ടുണ്ട്. പാലൊക്കെ നന്നായിട്ട് വറ്റി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ 1/2 ലിറ്റർ പാല് ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കി 1/2 ലിറ്ററിൽ 1 കപ്പ് പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, വെള്ളമൊന്നും ചേർക്കാതെ. അപ്പോൾ അതിൽ ബാക്കി പാലിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത്, അത് നമുക്ക് വേണ്ടുന്ന കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ ബാക്കി 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ പാല് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇതിവിടെ കിടന്നിട്ട് ബാക്കി കൂടി ഒന്ന് കുക്കായിട്ട് ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരട്ടെ. ഒരുപാട് തിക്കാവേണ്ട, ഒന്ന് കുക്കായി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ പാല് ചേർക്കാൻ. അതും കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് വേണം നമ്മൾ പാല് ആഡ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ഏകദേശം 5 തവിയോളം പാലാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ തവി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. കാരണം ഇതിൽ പാൽ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഇത് പതഞ്ഞു പൊങ്ങും. അപ്പോൾ എല്ലാ പാലും കൂടി നമ്മൾ ഒരുമിച്ച് ചേർത്താൽ ഇത് തൂകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കട്ട പോലെയൊക്കെ വരും. അത് പ്രശ്നമില്ല കേട്ടോ, ആ ചൂടടിക്കുമ്പോൾ വീണ്ടും അത് മെൽറ്റ് ആയിക്കോളും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത ചേർക്കാനുള്ള ഐറ്റം മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മിൽക്ക് മെയ്ഡാണ്. നമുക്ക് പാലും പഞ്ചസാരയും വെച്ച് വളരെ ഈസി ആയിട്ട് മിൽക്ക് മെയ്ഡ് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഒന്ന് കയറി കാണുക. ഈ മിൽക്ക് മെയ്ഡ് അതും നമുക്ക് 2 ട്രിപ്പായിട്ടാണ് ഞാൻ ഒഴിച്ചത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന പരുവമാകണം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് കുറുകി വരാൻ തുടങ്ങും.
അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് കുറുക്കി എടുക്കുന്ന പരുവം എത്തട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഓണം സീരീസിൽ ഇതിനു മുമ്പ് 2-3 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ സേമിയ ഇപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. അപ്പോൾ അതിൽ നിന്നാണ് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്യാൻ എടുത്തത്. അപ്പോൾ പഞ്ചസാരയുടെയൊക്കെ അളവ് ഓരോരുത്തർക്ക് വേണ്ടുന്ന മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു നോർമൽ മധുരമായിരിക്കും കേട്ടോ, ഒരുപാട് മധുരമൊന്നും ആവില്ല. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു മധുരവും കിട്ടും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 ഏലക്കയുടെ കുരു ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ചേർത്തത്. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ല പഞ്ചസാരയും ഏലക്കയും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കൂട്ടുണ്ടല്ലോ, മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടുള്ള അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ തയ്യാറാക്കിയിട്ട് ഒരുപാട് നേരം വെച്ചിരുന്നാൽ അത് കട്ടിയായി പോകും. അപ്പോൾ പായസം ഇവിടെ റെഡി ആവുന്ന ടൈമിൽ അത് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും നമ്മളുടെ ടൈമിംഗ് ഒക്കെ. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിള വരുന്ന പരുവാവട്ടെ. ഇനി ഇത് ഒരുപാട് നേരമൊന്നും നമ്മൾ വെച്ചേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ബോയിലായി വരട്ടെ. ഇപ്പോൾ പായസമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ, പായസത്തിൻ്റെയൊക്കെ കളറ്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് 1 ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് വെള്ളമൊന്നും ചേർക്കാതെ വെച്ചിരുന്ന നല്ല കട്ടിപ്പാലാണ് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും കൂടി ചേർത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ബോയിലായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഇത് ഇരിക്കുന്നതോറും ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ ഒരുപാട് തിക്കാവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്നട്ടും കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കാഷ്നട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ, കിസ്മിസ് ചേർക്കുന്നില്ല. കാരണം ഇവിടെ ആർക്കും കിസ്മിസിനോട് അത്ര താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ഓൾറെഡി നെയ്യിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. കൂട്ടത്തിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.